പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെളിച്ചമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ 2 ദിവസങ്ങളായി നാം സംസാരിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള ചില വാക്യങ്ങളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് നാം ചിന്തിക്കുന്ന വിഷയം പൗലോസിൻ്റെ ദീർഘവർഷങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ദൈവം നൽകിയതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. അതിൻ്റെ ആരംഭമായിട്ട് റോമ സഭയിലെ വിശ്വാസികളുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് കേൾക്കുന്നതും ആ വലിയ വിശ്വാസത്തിൻ്റെ ഓർമ്മയ്ക്കായി അവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് നാം ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട നന്മകൾക്കായി അവരിലൂടെ വെളിപ്പെടുന്ന ദൈവിക കൃപകൾക്കായി സ്തോത്രം ചെയ്യണം എന്ന് നാം ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചു. ഇന്നലെ ദൈവത്തിൻ്റെ വചനം നാം സംസാരിച്ചത് അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ ഉന്നതമായ അനുഭവമുള്ള റോമിലെ സഭയെ പോയി കാണുവാനും അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആയിരിക്കാനും പൗലോസ് ആഗ്രഹിക്കുന്നതും ആ ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരുവാൻ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ ആ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചത്. ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. എന്നിട്ടും നിരാശനായി പോകാതെ നിരന്തരമായി പൗലോസ് ആ വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാനിടയായി. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കണം, പ്രാർത്ഥനാ ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി തടയുന്നത് എങ്ങനെയാണ്, എപ്രകാരം അതിനെ ജയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതത്തിനുടമയായി തീർന്ന് കർത്താവിങ്കിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. ഈ 2 വീഡിയോയും കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് പൗലോസ് റോമിലേക്ക് താൻ ഇതുവരെ പോയിട്ടില്ലാത്ത, താൻ സ്ഥാപിച്ചിട്ടില്ലാത്ത ആ ദൈവജനത്തെ കാണുവാൻ തക്കവണ്ണം പൗലോസ് പോവുകയാണ്. ആ പോകുന്നതിൻ്റെ ലക്ഷ്യം അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എന്ത് ലക്ഷ്യത്തോടെയാണ് പൗലോസ് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് അവിടെ പോകുവാനുള്ള പൗലോസിൻ്റെ ഉദ്ദേശം, എന്ത് കാരണത്തിന് വേണ്ടിയാണ് പൗലോസ് അവിടെ പോകുന്നത്, അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ഞാൻ ഈ വേദഭാഗം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നിങ്ങളോട് സംസാരിക്കാനായി വചനം പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ചില ആത്മീയ ചിന്തകൾ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ആത്മീകവും ഭൗമികമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിരന്തരം നാം അത്തരം വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിലെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ദൈവം അത് എപ്പോഴും കാര്യമായി പരിഗണിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. സകലവും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. സകല വിഷയങ്ങളും നന്നായി അറിയുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കായി അടുത്തു ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ പിന്നിലെ ലക്ഷ്യം, ഏത് ഉദ്ദേശത്തോടെ നാം പ്രാർത്ഥിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയുടെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ മെറിറ്റ് അനുസരിച്ചാണ് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വരുന്നത്. മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞാൽ, ശരിയായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ ആ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി തരികയും ചെയ്യും. എത്ര തടസ്സങ്ങൾ വന്നാലും
നിശ്ചയമായും നമ്മുടെ ലക്ഷ്യം കറക്റ്റ് ആണെങ്കിൽ, ഉദ്ദേശം കൃത്യമാണെങ്കിൽ ദൈവം നമുക്ക് മറുപടി തരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്തോത്രം, ആരോഗ്യം തിരികെ ലഭിച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കറിയാം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി എടുക്കുന്ന ചില തീരുമാനങ്ങൾ, കർത്താവേ എനിക്ക് ആരോഗ്യം നൽകിയാൽ, ഇനി ആയുസ് നൽകിയാൽ നിന്റെ നാമമഹത്വത്തിനായി ഞാൻ ജീവിക്കും എന്ന ഹൃദയം തുറന്നൊരു തീരുമാനം ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ നിശ്ചയമായും ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിയായ നിലയിലുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. നിങ്ങളൊരു കാര്യം അറിയണം, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം പ്രാർത്ഥനകൾക്കും വിടുവിക്കും സഹായിക്കും. അതിനുവേണ്ടി ഞാൻ കർത്താവെ അങ്ങയുടെ നാമത്തിനു വേണ്ടി നിന്നുകൊള്ളാം, എന്നെ സഹായിക്കണമേ, ഞാൻ അങ്ങയുടെ നാമത്തിനു വേണ്ടി ജീവിക്കും, ഇനി ആയുസ്സെല്ലാം ദൈവത്തിനു വേണ്ടിയൊക്കെ നിൽക്കുമെന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ആദിയെങ്കിൽ അവസാനത്തെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. മനുഷ്യന് മുമ്പിൽ നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാം, പക്ഷേ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് അഭിനയിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സത്യസന്ധമായി ഹൃദയംഗമായി ദൈവസന്നിധിയിൽ നല്ല ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി എത്ര പ്രതിസന്ധികൾ ആ പ്രാർത്ഥനയ്ക്ക് വിരോധമായി വന്നാലും അതിനെയെല്ലാം മറികടന്ന് ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ആദ്യമായി പറയുക. അപ്പോൾ പ്രാർത്ഥനയുടെ പിന്നിലെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്തോത്രം. അതിനകത്തൊരു ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്താണ് ഉദ്ദേശമെന്നും ലക്ഷ്യമെന്നും നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്കറിയാം. സ്തോത്രം. ദൈവം അതിൻ്റെ മെറിറ്റ് നോക്കുക. സ്തോത്രം. എന്നാൽ നിങ്ങളൊരു കാര്യം അറിയണം, നാം ജോലിയാകട്ടെ, സാമ്പത്തിക അനുഗ്രഹമാകട്ടെ, നന്മയാകട്ടെ, ഒരു വീടാകട്ടെ, ഏത് ഭൗതിക കാര്യമാണെങ്കിലും ഏത് ആത്മിക കാര്യമാണെങ്കിലും ഇതെല്ലാം ചോദിക്കുന്ന ദൈവ പൈതലിൻ്റെ ഹൃദയത്തിനകത്തെ ഉദ്ദേശം ഇത് സ്വന്തം നേട്ടങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമായി ഉപയോഗിക്കുവാനുള്ള ചിന്തയോടെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അത് ശരിയായ ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനയല്ല. പകരം കർത്താവേ അങ്ങൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അങ്ങയുടെ നാമമഹത്വത്തിനായി അത് മാറും. എനിക്കൊരു വീട് തന്നാൽ, എനിക്ക് ജോലി തന്നാൽ, എനിക്ക് നന്മ തന്നാൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചാൽ അത് അങ്ങ് തരുന്നതാകയാൽ അങ്ങയുടെ നാമത്തിനു വേണ്ടി, അങ്ങയുടെ നാമം മഹത്വത്തിനു വേണ്ടി അതിനെ ഉപയോഗിക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല എന്ന് തീരുമാനിക്കുന്നതാണ് ശരിയായ ഉദ്ദേശമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഉദ്ദേശം നമ്മുടെ പ്രാർത്ഥനയുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ച പൗലോസ് വർഷങ്ങളായി നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അനേക തടസ്സങ്ങൾ വന്നു, അനേക പ്രതിസന്ധികൾ വന്നു. ഇതിനെല്ലാം അതിജീവിക്കുകയും താൻ അവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് ഉദ്ദേശം? വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടങ്ങൾക്കാണോ പൗലോസ് റോമിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്? ഒരിക്കലുമല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ലക്ഷ്യം തികച്ചും ആത്മികമായിരുന്നു. പൗലോസിന്റെ ലക്ഷ്യം തികച്ചും ദൈവഹിതം നിറവേറേണ്ടതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസിന്റെ യാത്രയ്ക്ക് ഞാൻ ചിന്തിക്കുന്നത്, ഇത്രയേറെ തടസ്സങ്ങൾ പിശാച് ഒരുക്കി വെച്ചത്, ഇത്രയേറെ പ്രതിബന്ധങ്ങൾ പിശാച് ഒരുക്കിയത് അവന്റെ ഉദ്ദേശം ആത്മികമായിരുന്നു, ദൈവനാമം മഹത്വമായിരുന്നു. അതിൻ്റെ പിന്നിലെ രഹസ്യം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പ്രവൃത്തികളുമൊക്കെ ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ജീവിതമാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. എന്താണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ താല്പര്യങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഉയരണമെന്ന ലക്ഷ്യത്തോടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൽ ആരൊക്കെ നിങ്ങൾക്കെതിരായിരുന്നാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വചനം പറയുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കും. എന്നാൽ നിങ്ങൾ ദൈവഹിതത്തിലാണ് സഞ്ചരിക്കുന്നത്, ദൈവനാമ മഹത്വമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആത്മീയമായ ഭൗതികമായ ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവനാമ മഹത്വമാണെങ്കിൽ
പിശാച് നിങ്ങൾക്ക് വിരോധമായി വരുവാനിടയായിത്തീരും. മനുഷ്യർ നിങ്ങൾക്ക് വിരോധമായി വരുവാനിടയായിത്തീരും. ലോകം, ജഡം, പിശാചെല്ലാം നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരും. കാരണം നിങ്ങൾ ദൈവ ഇഷ്ടത്തിന് നിൽക്കുന്നു, ദൈവഹിതത്തിനു വേണ്ടി ജീവിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടങ്ങളൊക്കെ നിങ്ങളുടെ നേരെ വരുന്നെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ ദൈവഹിതത്തിൽ തന്നെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ, ലോകം നിങ്ങൾക്കെതിരായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പിക്കാം, നിങ്ങൾ ദൈവഹിതത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവഹിതം നിറവേറ്റുക എന്നതാണ്. അതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കുവാൻ വകയുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം റോമിലേക്ക് തന്റെ ദീർഘവർഷങ്ങളായിട്ടുള്ള യാത്രയുടെ ലക്ഷ്യം ദൈവഹിതം നിറവേറ്റുക എന്നതായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. എന്താണ് പൗലോസ് റോമിലേക്ക് പോകാനുള്ള കാരണം? എന്താണ് ഇത്രമാത്രം പിശാച് പോരാടുവാനുള്ള കാരണം? അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടിയാണോ പൗലോസ് പോയത്? 3 വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ പൗലോസ് റോമാലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമിലേക്കുള്ള തന്റെ യാത്രയുടെ ലക്ഷ്യം. 1-ാമത്തെ വാക്യം, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് ആദ്യത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മിക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ റോമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലെ 1-ാമത്തെ കാരണം നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മിക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. എന്താണ് ഈ സ്ഥിരീകരണമെന്ന് പറഞ്ഞാൽ? സ്ഥിരീകരണമെന്ന് പറഞ്ഞാൽ 3 പ്രധാനപ്പെട്ട വാക്കുകൾ കൂടെ ഞാൻ പറയാം. അത് ഒന്ന്, ഉറപ്പിക്കുക എന്ന പദമാണ്. സ്ഥിരീകരണം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്ന ആ പദത്തിന് അനുയോജ്യമായി ഉപയോഗിച്ചിരിക്കുന്ന, തത്തുല്യാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ. 1, ഉറപ്പിക്കുക, പ്രൈസ് ദി ലോർഡ്. 2, സ്ഥിരപ്പെടുത്തുക. 3, ശക്തീകരിക്കുക. സ്തോത്രം. അപ്പോ റോമിലെ വിശ്വാസികളെ ഉറപ്പിക്കുവാൻ, റോമിലെ വിശ്വാസികളെ സ്ഥിരപ്പെടുത്തുവാൻ, റോമിലെ വിശ്വാസികളെ ശക്തീകരിക്കുവാൻ. സ്തോത്രം. പൗലോസ് എന്തിനാ റോമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? അവരെ ഉറപ്പിക്കുവാൻ. എന്തിൽ ഉറപ്പിക്കുവാനാണ്? വചനത്തിൽ ഉറപ്പിക്കുവാൻ. എന്തിൽ ഉറപ്പിക്കുവാനാണ്? വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ. എന്തിൽ ഉറപ്പിക്കുവാനാണ്? കർത്താവായ ക്രിസ്തുവിൽ അവരെ ഉറപ്പിച്ചു നിർത്തുവാൻ, ക്രിസ്തുവിനെ അടിസ്ഥാനത്തിന് മേൽ പണിതെടുക്കുവാൻ, ഉറപ്പോടെ അവരെ നിൽക്കേണ്ടതിന്. കർത്താവ് പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ അലച്ചു, വെള്ളം ഇരച്ചു കലങ്ങി, അല്ലെ, വീടിന്റെ മേൽ അലച്ചു, പക്ഷേ പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം, ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടി, അവരെ പണിതെടുക്കേണ്ടതിന് വേണ്ടി, അവരെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി, വിശ്വാസത്തിൽ അവരെ നേതൃത്വേണ്ടതിന് വേണ്ടിയാണ് പൗലോസ് റോമിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാച് തടഞ്ഞതിന്റെ പിന്നിലെ കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. സ്തോത്രം. ചില ആളുകൾ ചില സ്ഥലത്തേക്ക് പോകുന്നത് ആളുകളെ കുലുക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെടും. ചില പ്രസംഗങ്ങൾ കേട്ടാൽ, ചില ദൂത് കേട്ടാൽ, ചിലർ ചെന്നാൽ ഉള്ള വിശ്വാസം പോവുക. പക്ഷെ പൗലോസ് പറയുക, ഞാനിവിടെ വന്നത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. പൗലോസിന്റെ ഒരു പ്രധാനപ്പെട്ട ശീലമാണ് ജനം കുലുങ്ങിപ്പോകുന്നത് പൗലോസിന് ഇഷ്ടമല്ല. തെസലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 തെസലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിക്കാനും ആയിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമത്തിയോസിനെ അയച്ചു. തെസലോനിക്കയിലെ പ്രവർത്തനം കഴിഞ്ഞ പൗലോസ് അവിടുന്ന് കൊരിന്തിൽ വന്ന അഥേനയിൽ നിൽക്കുമ്പോൾ, തെസലോനിക്കയിൽ എന്ന പ്രവർത്തന സമയത്ത് തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലാണ് അവിടുത്തെ ശുശ്രൂഷ നിർവഹിച്ചത്. യഹൂദന്മാരുടെ ഒരു വലിയ കൂട്ടുകെട്ട് അവിടെ ദൈവസഭയ്ക്കെതിരെ വരികയും പൗലോസും കൂടെയുള്ളവരും ഓടിപ്പോകുന്നത് പോലെ അവിടുന്ന് ഓടിപ്പോയതാണ്.
ഒത്തിരി പ്രതിസന്ധികൾ അവിടെ ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, ജനക്കൂട്ടത്തിന്റെ വലിയ കലഹങ്ങളുണ്ടായി, സുവിശേഷത്തിന് വിരോധമായി വലിയ കലക്കമുണ്ടായി. സ്തോത്രം. എന്നാൽ പൗലോസ് ഈ കാര്യം അറിഞ്ഞിട്ട് സ്തോത്രം തിമത്തിയോസിനെ അവിടേക്ക് അയക്കുകയാണ്. എന്തിനാ അയച്ചത്? ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിപ്പാൻ. എങ്ങനെ കുലുക്കമുള്ളവരെ ഉറപ്പിക്കുന്നത്? പൗലോസ് പറയുക, റോമിലേക്ക് വരുന്നത് നിങ്ങളെ സ്ഥിരപ്പെടുത്താനാ. അതിൻ്റെ അർത്ഥം നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയാ. എങ്ങനെ ഉറപ്പിക്കുന്നത്? എങ്ങനെയാ ശക്തീകരിക്കുന്നത്? വിശ്വാസം സംബന്ധിച്ച് പ്രബോധിപ്പിച്ച്. സ്തോത്രം. വചനത്താലാണ്, വിശ്വാസ വചനത്തിലാണ് ജനം ഉറയ്ക്കുവാനിടയായിത്തീരുന്നത്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ജനം ഉറയ്ക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്താൽ ജനം പണിയപ്പെടണം. വിശ്വാസത്തിന്റെ വചനങ്ങൾ ഉപദേശത്തിന്റെ വചനങ്ങൾ ജനത്തെ പഠിപ്പിക്കണം. ക്രിസ്തുവെന്ന പാറമേൽ അവരെ അടിസ്ഥാനമുള്ളവരായി പണിയണം. തിമത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരനായ മനുഷ്യനെ തെസ്സലോനിക്കയിൽ അയച്ചു. നാം വായിക്കുന്നത്, തിമത്തിയോസ് അവിടെ പോയി ഈ വിശ്വാസ വചനം പ്രസംഗിച്ചു, അവരെ പഠിപ്പിച്ചു, ജനത്തെ ഉറപ്പിച്ചു. പൗലോസിന് നല്ലൊരു റിസൾട്ട് കൊണ്ടുകൊടുത്തു. എന്താണ്? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന കാര്യം അറിയിച്ചു. ഇതേ ലക്ഷ്യമാണ് റോമിലേക്ക് പോകുമ്പോൾ പൗലോസിന്റെ ഉള്ളിലെ ലക്ഷ്യം. നിങ്ങളെ സ്ഥിരപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, സ്ഥിരപ്പെടുത്തുക. കഷ്ടത വരുമ്പോൾ ആളുകൾ കുലുങ്ങാൻ തുടങ്ങും. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ കുലുങ്ങാൻ തുടങ്ങും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അനുഗ്രഹത്തിന്റെയും എപ്പോഴും സന്തോഷത്തിന്റെയും ജീവിതമല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാം, കഷ്ടതകൾ വരാം. അപ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അടിസ്ഥാനമില്ലാത്തവര്, ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറപ്പില്ലാത്തവര്, വിശ്വാസത്തിൽ അടിസ്ഥാനമില്ലാത്തവര് കുലുങ്ങിപ്പോകാനിടയായി തീരും. കർത്താവ് പറഞ്ഞതുപോലെ ഈ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയാതെ മണലിന്മേൽ പണിതവർ കുലുങ്ങിപ്പോകുവാനിടയായി തീരും. പൗലോസ് പറയുക, കഷ്ടത ഏതായാലും വരും, പ്രതിസന്ധികൾ ക്രിസ്തീയ ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ കുലുങ്ങാൻ പാടില്ല. നിങ്ങളെ ഉറപ്പിക്കാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ അവിടേക്ക് വരികയാണ്. പിശാച് ഇളകിയതിൽ കുറ്റമുണ്ടോ? യാത്ര തടഞ്ഞതിൽ കുറ്റമുണ്ടോ? സ്തോത്രം. പിശാചിന് ദൈവമക്കൾ ബലപ്പെടുന്നത് ഇഷ്ടമല്ല, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇഷ്ടമല്ല. നാം കുലുങ്ങിപ്പോകണം, നാം തകർന്നു പോകണം. അതുകൊണ്ട് ഉറപ്പിക്കുന്നവരെ അയക്കുകയല്ല. സ്തോത്രം. ഉറപ്പിക്കുന്നവർക്കെതിരെ തടസ്സമുണ്ടാകും, അവർക്കെതിരെ പ്രതിസന്ധികൾ ഉണ്ടാകും. വലിയ പ്രശ്നമുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് അപ്പോസ്തലൻ അവിടെ എത്തുവാനിടയായി. എന്തിനാണ് റോമിലേക്ക് പോകുന്നത്? അവരെ സ്ഥിരപ്പെടുത്തേണ്ടതിന്, അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകേണ്ടതിന്, അവരെ സ്ഥിരപ്പെടുത്തേണ്ടതിന്, ആത്മിക വരം നൽകേണ്ടതിന്. അപ്പോൾ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ആത്മിക വരം നൽകണം. അപ്പോൾ അവരെ വചനത്താലാണ് സ്ഥിരപ്പെടുത്തുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2, റോമാക്കാരോട് പറയാൻ നിങ്ങൾക്ക് ആത്മിക വരം നൽകേണ്ടതിന്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ കൃപാവരപ്രാപ്തനായ ഒരു ദൈവ മനുഷ്യനാണ്. പൗലോസ് തിമത്തിയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. നിശ്ചയമായും റോമിൽ പൗലോസ് കടന്നുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെയാണ്. വചനം സംസാരിച്ച് പ്രാർത്ഥിച്ച് ദൈവകൃപയുടെ ഒരു പങ്കുവയ്ക്കൽ ആ ആരാധനയിൽ നടക്കുമെന്ന് നിശ്ചയമായും നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ അവർ കൃപയിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ് അവർ ശക്തീകരിക്കപ്പെടണം, അവർ ബലപ്പെടണം, അവർ ഉറപ്പുള്ളവരാകണം. അതിനാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ജനത്തെ ഉറപ്പിക്കുന്ന ശുശ്രൂഷയായിരിക്കണം. കുലുങ്ങി നിൽക്കുന്നവരെ ഉറപ്പിക്കുവാൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, വചനത്തിൽ ഉറപ്പിക്കുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ നമ്മുടെ പ്രസംഗവും നമ്മുടെ പ്രാർത്ഥനയും നമ്മിൽ പകർന്നിരിക്കുന്ന കൃപയും അതിനുപയോഗിക്കണം. ജനത്തോട് പറയട്ടെ, നിങ്ങളൊരു ദൈവദാസനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആ ദൈവദാസനിലൂടെ, തൻ്റെ ശുശ്രൂഷയിലൂടെ എനിക്ക് ആത്മിക കരുത്തുണ്ടാകണം, ആത്മിക ബലമുണ്ടാകണം.
ഞാൻ ഉറക്കണം. എന്ത് പ്രതിസന്ധി വന്നാലും കുലുങ്ങിപ്പോകാതെ വണ്ണം എന്നെ ഉറപ്പിക്കുന്ന ദൂതുകൾ പറയുവാൻ അവിടുത്തെ ദാസന്റെ മേൽ അയച്ചു കൊടുക്കണമേ എന്ന് ജനം പ്രാർത്ഥിക്കണം. കേവലം ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ചു പോകുന്ന ആളുകളാ ജനത്തിനും അതാ ഇഷ്ടം. ഭൗതിക വിടുതലിനെ കുറിച്ച് മാത്രമായി പ്രസംഗിക്കണം. അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഭൗതിക അനുഗ്രഹങ്ങളും രോഗശാന്തിയും വിടുതലുകളും ഒക്കെ എപ്പോഴും സംഭവിക്കണമെന്നില്ല. അത് മാത്രമല്ല, ഇതെല്ലാം അനുഭവിക്കുന്ന വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചില്ലെങ്കിൽ, ദൈവകൃപയിൽ നിലനിന്നില്ലെങ്കിൽ, എത്ര അത്ഭുതങ്ങൾ കണ്ട വ്യക്തിയും കർത്താവിനെ തള്ളിപ്പറയുവാനിടയായിത്തീരും. പക്ഷേ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കും. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ റോമിലേക്ക് വരുന്നത് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തേണ്ടതിന് നിങ്ങൾക്ക് വരം നൽകുവാൻ, ആത്മിക വരം നൽകുവാൻ ഞാൻ അവിടെ വരികയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതും ഉറപ്പിക്കുന്നതും ശക്തീകരിക്കുന്നതുമാകട്ടെ. നമ്മുടെ പ്രസംഗം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ശുശ്രൂഷ മുഖാന്തരം അനേകരെ ഉറക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ഉദ്ദേശം 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 12-ാമത്തെ വാക്യം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയാൽ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതായത് പൗലോസ് പറയുകയാണ്, ഞാൻ റോമിലേക്ക് വരുന്നതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹിക്കുന്ന കാര്യം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മൾ ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ രണ്ടു കൂട്ടർക്കും ആശ്വാസം ലഭിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രയോഗമാണ് അവിടെ പൗലോസ് പറയുന്നത്, കൂട്ടായ്മയുടെ അനുഗ്രഹം. കൂട്ടായ്മയിൽ വിശ്വാസിക്കും മാത്രമല്ല ശുശ്രൂഷകനും ആശ്വാസം ലഭിക്കണം. പൗലോസ് പറയുക, ഞാൻ അവിടെ വന്ന് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ആത്മീയ കൂട്ടായ്മ പങ്കിടുമ്പോൾ നിങ്ങൾക്കും എനിക്കും അത് ആശ്വാസമായി മാറണം. 11-ാമത്തെ വാക്യത്തിൽ അവരോട് പറഞ്ഞു, ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി നിങ്ങൾക്ക് ഞാൻ ആത്മിക വരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ആത്മിക വരം നൽകുക എന്ന് മാത്രമല്ല, നിങ്ങളോടുകൂടെ എനിക്ക് ആശ്വാസം പ്രാപിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂട്ടായ്മ, പ്രാർത്ഥന ആ ദൈവ മനുഷ്യന് ഒരു വലിയ ആശ്വാസമാകുമെന്ന് പൗലോസ് പ്രതീക്ഷിക്കുകയാണ്. ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത്, ആത്മീയ കൂട്ടായ്മ എന്ന് പറയുന്നത്, സ്തോത്രം, അത് പരസ്പരം ദൈവിക ആശ്വാസം കൈമാറുന്ന കൂട്ടായ്മയാണ്. ഏത് പ്രതിസന്ധിയിലുള്ളവർക്കും നമ്മുടെ കൂട്ടായ്മയിൽ ആശ്വാസം ലഭിക്കും. എന്താണതിന് കാരണം? ഈ കൂട്ടായ്മയ്ക്കകത്ത് വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂട്ടായ്മയിൽ ദൈവിക ആശ്വാസം പകരുന്നത്. സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നത് പോലെ, സർവാശ്വാസങ്ങളുടെയും ഉടയ നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടായ്മയിൽ ഇറങ്ങി വരുവാനിടയായിത്തീരും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്കും എനിക്കും ആശ്വാസമുണ്ടാകണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോകുന്ന സമയത്തെക്കുറിച്ച് പറയുകയാണ്. ഞങ്ങൾ വളരെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി, മരിക്കുമോ എന്ന് വരെ ഞങ്ങൾ ഭാരപ്പെട്ട അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ആ പ്രതിസന്ധിയിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. 2 കൊരിന്ത്യർ 1:4 ഇങ്ങനെ പറയുന്നു, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവം, പൗലോസ് പറയുക, ദൈവം ഞങ്ങളുടെ കഷ്ടത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് എപ്പോഴാ? അവനുമായിട്ടുള്ള കൂട്ടായ്മയിലിരിക്കുമ്പോഴാണ്. ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാൻ കഴിയില്ല. ദൈവിക ആശ്വാസം ആളുകൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തോട് അടുത്ത് വരണം,
ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവിടുന്ന് ആശ്വാസപ്രദനെന്ന. പാരാക്ലിറ്റോസ് എന്ന പദത്തിന്റെ അർത്ഥം ആശ്വാസപ്രദനെന്ന. ആത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നതാ. പൗലോസ് പറയുക, ഈ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ അത് പ്രാപിച്ചു. കാരണം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി. അപ്പൊ നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ ദൈവിക ആശ്വാസം ഒരുമിച്ച് അനുഭവിക്കണം. നോക്കണേ, പണ്ട് കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസം ഏറ്റെടുക്കുക. അത്രമാത്രം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. ആശ്വാസത്തിന് വേറെ മാർഗമില്ല, സഹായത്തിന് വേറെ മാർഗങ്ങളില്ല, അല്ലേ? ഇന്നല്ലേ നമുക്ക് ആശ്വാസത്തിനും സഹായത്തിനുമൊക്കെ ഒത്തിരി സൗകര്യങ്ങളായി, ഒത്തിരി കാര്യങ്ങളായി. അതുകൊണ്ട് പലപ്പോഴും ദൈവാശ്വാസത്തിനും ദൈവിക വിടുതലിനും ആളുകൾ വരാതെ മാറി നിൽക്കുകയാ, അല്ലേ? പണ്ട് അങ്ങനെയല്ല കേട്ടോ. ആരും സഹായിക്കാനില്ല, ആരും രക്ഷിക്കാനില്ല, ദൈവം മാത്രം സഹായം. അത്തരം ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ ശരിയായി ദൈവത്തിൽ ആശ്രയിക്കുവാൻ ജനം പഠിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിങ്ങളോടൊത്ത് എനിക്കും ദൈവിക ആശ്വാസം ലഭിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരാധനകളിൽ നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ദൈവിക ആശ്വാസം ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാമും ദൈവം തമ്മിലുള്ള ബന്ധത്തിനെന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. കാരണം ഈ ദൈവം ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. പൗലോസ് പറയുക, സർവ്വാശ്വാസങ്ങളുടെയും ഉടയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കാനിടയായി. പൗലോസ് പറയുക, നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അസാധാരണ കൃപ പ്രാപിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു പൗലോസ്. അദ്ദേഹം പറയാ, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യത്തിൽ വീണ്ടും ഇങ്ങനെ വായിക്കുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, മേലാലും ഞങ്ങളെ വിടുവിക്കുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. തീർന്നില്ല, അതിനും നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ ദൈവകൃപയ്ക്കായി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പലർ നിമിത്തം ഞങ്ങൾക്ക് കിട്ടിയ ദൈവകൃപ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അനേകർ പ്രാർത്ഥിക്കുവാനിടയായി. അനേകർ പ്രാർത്ഥിച്ച നിമിത്തം ഞങ്ങൾക്ക് വലിയ ദൈവകൃപ കിട്ടി, ദൈവിക അനുഗ്രഹം കിട്ടി. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന, അത് ആവശ്യപ്പെട്ടിരുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം. അതാണ് പറഞ്ഞത്, നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാസ്റ്ററാണെങ്കിലും, എത്ര ഉന്നതനായ ആളാണെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥന കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റുള്ളവരുടെ സഹായം, മറ്റുള്ളവരുടെ പിന്തുണ, മറ്റുള്ളവരുടെ ആശ്വാസ വാക്കുകൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് നമുക്കുള്ള ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കണം. ക്രിസ്തീയ ജീവിതം ഏകാന്ത സന്യാസമല്ല. സ്തോത്രം. കൂട്ടായ്മയിലൂടെ പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചും ആശ്വാസം കൈമാറിയും ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പൗലോസ് പറയുക, ഞാൻ റോമിൽ വരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയാണ്. പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നില്ല. എപ്പോഴും തൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരായി, സഹായത്തിനായി, തൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക്, അല്ലേ, തൻ്റെ പ്രിയപ്പെട്ട സഹചാര വൃന്ദങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പൗലോസിനോട് കൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൂട്ടിക്കൊണ്ടുപോയി. ശീലാസും തിമത്തിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരയണം എന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. ഇത് തെസ്സലോനിക്കയിലേക്ക് അവർ മടങ്ങിപ്പോയ വിഷയമാണ്. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം. പൗലോസ് ഒരു കാര്യം പറഞ്ഞു, വേഗത്തിൽ നിങ്ങൾ മടങ്ങി വരണം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ശീലാസും തിമത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവരൂടെ വന്നപ്പോൾ ഒരു പുതിയ എനർജി ലഭിക്കുകയാണ്.
സ്തോത്രം. അതാ അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശീലാസും തിമത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുവാൻ ഇടത്തും വലത്തും ആളുകൾ ഉള്ളത് നല്ലതാ. ആരെങ്കിലുമൊക്കെ കൂട്ടായ്മ നല്ലതാ. കൂട്ടായ്മയുടെ ബലം എത്ര വിലയേറിയതാണെന്നറിയാമോ? പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ഒരുമിച്ച് ദൈവവചന ശുശ്രൂഷയിൽ മുന്നേറുവാൻ, ആത്മീയ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആരെങ്കിലുമൊക്കെ വേണം. പൗലോസ് പറയുക, നിങ്ങളുടെ കൂട്ടായ്മ എനിക്ക് വിലയേറിയതാണ്, ഞാനത് കാത്തിരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും ദൈവിക ആശ്വാസം പ്രാപിക്കണം. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരാകട്ടെ, മറ്റുള്ളവർക്ക് കൂട്ടായ്മയുടെ വലങ്കര കൊടുക്കുന്നവരാകട്ടെ, അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് ആത്മീയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുള്ള മനസ്സുള്ളവരാകട്ടെ, മറ്റുള്ളവരുടെ പ്രാർത്ഥന ചോദിക്കുവാൻ മടിയില്ലാത്തവരായി മാറട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുവാനുള്ള അല്ലെ മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുക. പൗലോസ് പറഞ്ഞു, അല്ലെ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്തോത്രം. പല ആളുകളും അഹങ്കാരം വല്ലാതെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം പ്രാർത്ഥനയെ ആര് പ്രാർത്ഥിച്ചില്ലെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട്, ദൈവം എന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ഒറ്റയ്ക്കുള്ള യാത്രയാ. ഇല്ല, ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്കുള്ള യാത്രയല്ല. ക്രിസ്തീയ ജീവിതം കൂട്ടായ്മയിൽ ജീവിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കുവാൻ ആളുകൾ വേണം. ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ ബലം നമുക്ക് വേണം. അതുകൊണ്ട് വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ബലമെന്ന് പറയുന്നത്, നിങ്ങൾ ശക്തീകരിക്കപ്പെടുന്നത് കൂട്ടായ്മയിലൂടെയാണ്. കൂട്ടായ്മ മുടക്കരുത്. ആത്മീയ കാര്യങ്ങൾക്ക് മുടക്കം വരുത്തരുത്. ആരാധന മുടക്കരുത്. പ്രാർത്ഥന മുടക്കരുത്. തിരുവെടുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. ഞാൻ കൂട്ടായ്മ മുടക്കില്ല. കൂട്ടായ്മയിലൂടെ ദൈവിക ബലം, ദൈവിക തണുപ്പ്, ദൈവിക ആശ്വാസം പ്രാപിച്ചെടുക്കണം. പൗലോസ് പറയാ, ഞാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ അടുത്ത് വരാൻ, നമ്മൾ ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ ആശ്വാസം പങ്കെടുക്കുവാൻ, ആശ്വാസം പങ്കിടുവാൻ. സ്തോത്രം. അവസാനമായി പൗലോസ് എന്തിനാണ് റോമിലേക്ക് പോകുന്നത്? മൂന്നാമത്തെ കാര്യം, 13-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 13-ാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ജാതികളിൽ, മറ്റു ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും എനിക്ക് വല്ല ഫലവും ഉണ്ടാകേണ്ടതിന്. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, പൗലോസ് അനേക സഭകൾ സ്ഥാപിച്ചു. വിജാതീയ മേഖലയിലാണ് താൻ സ്ഥാപിച്ച സഭകളെല്ലാം തന്നെ. ആ സഭകളെല്ലാം മികച്ച ഫലം പുറപ്പെടുവിക്കുന്ന സഭകളായിരുന്നു. പൗലോസ് സ്ഥാപിച്ച സഭകളെല്ലാം ആത്മികമായും ഭൗമികമായും ഫലം പുറപ്പെടുവിക്കുന്ന സഭകളായിരുന്നു. പൗലോസ് പറയുകയാണ്, അതുപോലെ നിങ്ങളും ആയിത്തീരണം. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് സ്ഥാപിച്ച സഭകളെല്ലാം ആത്മിക ഫലങ്ങൾ ഭൗമികമായ മണ്ഡലത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന സഭയായിരുന്നു. തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടവരായിരുന്നു അവർ. അങ്ങനെ വചനം കൈക്കൊണ്ട് മക്കതോനിയയിലും അഗായിലുമുള്ള എല്ലാവർക്കും മാതൃകയായി തീർന്നവരാണ് തെസ്സലോനിക്കയിലെ സഭ. നോക്കിയേ, എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാ, എന്ത് അനുഗ്രഹിക്കപ്പെട്ട ഫലമാണ് തെസ്സലോനിക്കയിലെ സഭയിൽ വെളിപ്പെട്ടത്. ഫിലിപ്പിയിലെ സഭ, ആ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന, അവരിൽ ഒത്തിരി ആത്മീകവും ഭൗമികമായ ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയായിരുന്നു. സ്തോത്രം. അവരെക്കുറിച്ച് പറയുന്ന അനേക കാര്യങ്ങളിൽ ഒരു കാര്യം പറയട്ടെ, അവർ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്ന സഭയായിരുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രിയപ്പെട്ടവരെ, 1-ാം നാൾ മുതൽ ഇന്ന് വരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയിലെ സഭ കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കുന്നവരായിരുന്നു. പൗലോസ് പറയുക, എൻ്റെ സുവിശേഷ ഘോഷണത്തിൽ 1-ാം നാൾ മുതൽ ഇന്നുവരെയും സ്തോത്രം നിങ്ങൾക്കുള്ള കൂട്ടായ്മ. 14-ാം വാക്യം 1-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, സ്തോത്രം, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തെങ്കിൽ ഞാൻ മക്കതോനിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ മറ്റൊരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. തെസ്സലോനിക്കയിലും നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. നോക്കണേ, ഭൗമികമായ ഫലവും പുറപ്പെടുവിക്കുന്ന ഫിലിപ്പിയിലെ സഭ, സുവിശേഷ വേലയിൽ തങ്ങളെ ലാവോളം പ്രവർത്തിക്കുന്ന സഭ. സ്തോത്രം. പൗലോസ് റോമിലേക്ക് പോകുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം റോമിലെ സഭ
ആത്മീകമായും ഭൗമികമായും ദൈവരാജ്യത്തിന് ഫലം കായ്ക്കുന്നവരാകണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന പാസ്റ്റർമാരെ, ശുശ്രൂഷകരെ, നിങ്ങളോടായിട്ട് ആദ്യത്തെ ദൂത് പറയട്ടെ. നിങ്ങളുടെ മുമ്പിലുള്ള ദൈവവചനം നിങ്ങളുടെ ശുശ്രൂഷ മുഖാന്തരം ആത്മീകമായും ഭൗമികമായും ഫലം കായ്ക്കുന്നവരായി തീരത്തക്കവണ്ണം അവർക്ക് ഉപദേശം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അവരെ പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസികളായിട്ടുള്ള പ്രിയമുള്ളവരെ, നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആത്മീകമായും ഭൗമികമായും ഫലം കൊടുക്കുന്നവരാകണം. നിങ്ങളുടെ പ്രാർത്ഥന, സ്തോത്രം, ശരിയായ ഉദ്ദേശത്തിലും ലക്ഷ്യത്തിലുമുള്ളതാകണം. പൗലോസ് പറയുകയാണ്, ഞാൻ റോമിലേക്ക് പോകുന്നത് ഈ ആത്മീക ലക്ഷ്യത്തോടെയാണ്. 3 ആത്മീക ലക്ഷ്യങ്ങളാണ് റോമിലേക്ക് പോകുവാൻ പൗലോസിനുള്ളത്. ഒന്ന്, അവരെ സ്ഥിരപ്പെടുത്തണം. വിശ്വാസത്തിൽ, വചനത്തിൽ, കർത്താവിൽ അവരെ സ്ഥിരപ്പെടുത്തണം, ബലപ്പെടുത്തണം, അവരെ ഉറപ്പിക്കണം. രണ്ടാമത്തത്, ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ ആശ്വാസം പ്രാപിക്കണം. മൂന്നാമത്തെ കാര്യം, അവരിൽ ഒരു ആത്മീകമായ ഫലം പുറപ്പെടുവിക്കണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നതാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇന്ന് സംസാരിച്ച വചനങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒന്ന് പതിയണം. എന്തുകൊണ്ടാണ് പൗലോസിന്റെ യാത്രക്കെതിരെ പിശാച് ഇത്ര വലിയ വെല്ലുവിളി ഉയർത്തിയത്? അതിന് പിന്നിൽ പൗലോസിന് ഒരു നല്ല ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് പകൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കും. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് നല്ല ഉദ്ദേശമാണെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഏത് പിശാച്, ഏത് പാതാള ശക്തികൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി എഴുന്നേൽക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം നന്നായിരിക്കട്ടെ. നിങ്ങൾ നല്ല ലക്ഷ്യത്തോടെ, ആത്മീക ലക്ഷ്യത്തോടെ, ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിന് പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം, എനിക്ക് ദൈവം ഒരു ജോലി തന്നാൽ ദൈവനാമത്തിന് വേണ്ടി അല്ലെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് കഴിയുമല്ലോ എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുവാനിടയായിത്തീരും. നിങ്ങൾക്കൊരു ഭവനം തന്നാൽ ആ ഭവനം തന്നതിന് ദൈവത്തിന് മഹത്വപ്പെടുത്തുകയും അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളതാക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനായി തീരും. അത് ഒരു ദൈവിക ഉദ്ദേശത്തിലുള്ള. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിനുള്ളതാണ്. ഈ വലിയ മർമ്മം, ഈ വലിയ മഹത്വം വെളിപ്പെട്ടവരാണ് അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി ദൈവിക മഹത്വത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. എങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് എൻ്റെ ജീവിതം പ്രയോജനപ്പെടുത്താൻ പറ്റും? എൻ്റെ ജീവിതാനുഭവങ്ങൾ എങ്ങനെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പറ്റും? സ്തോത്രം. ജീവിതത്തിൽ കഷ്ടത വരുന്നത് പോലും ദൈവരാജ്യ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പൗലോസ് പറയുന്നൊരു കാര്യം ഫിലിപ്പി ലേഖനത്തിൽ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് താൻ എഴുതുകയാണ്, താൻ ഈ കാരാഗൃഹത്തിൽ കടന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, അതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. സ്തോത്ര. പൗലോസിന്റെ ജീവിതം പരിശോധിച്ചാൽ ആഴമേറിയ ദൈവിക മർമ്മം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. സ്തോത്രം. കാരാഗൃഹത്തിനകത്ത്, ഫിലിപ്പിയിലെ കാരാഗൃഹത്തിനകത്ത് ചെന്ന് കിടന്നത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. എങ്ങനെയാണ് അത് കാരണമായത്? അതിനകത്ത് കിടന്നുകൊണ്ട് ദൈവത്തെ ശപിച്ച്, അല്ലേ, ഞാനിതിനകത്ത് വന്നു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മാസിഡോണിയൻ കോൾ അനുസരിച്ച് വന്നതാ, ഇപ്പോൾ ഞാൻ ജയിലിലായല്ലോ എന്ന് വിചാരിച്ച് പൗലോസ് നിലവിളിക്കുകയല്ല. അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. സംഭവിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നു, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി, ചങ്ങലകൾ അഴിഞ്ഞു വീഴാനിടയായി, വലിയ ഭൂകമ്പമുണ്ടായി. സ്തോത്രം. കാരാഗ്രഹ പ്രമാണി കർത്താവിനെ അറിയാനിടയായി. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. പ്രിയപ്പെട്ടവരെ, ഒരാത്മികൻ ഇങ്ങനെയാണ്. അവനുണ്ടാകുന്ന നന്മയാകട്ടെ, അനുഗ്രഹമാകട്ടെ, കഷ്ടതയാകട്ടെ, എല്ലാത്തെയും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കത്തക്കവണ്ണം ഒരാത്മീക കൃപ ലഭിച്ചാൽ മുഴുപാതാളവും നിങ്ങൾക്ക് വിരോധമായി നിന്നാലും കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കും. റോമിലെ സന്ദർശനത്തിന് പിന്നിൽ പൗലോസിന് ഹിഡൻ അജണ്ടകളൊന്നുമില്ല, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ഒറ്റ ലക്ഷ്യം, ദൈവനാമം മഹത്വപ്പെടണം. ഈ ലക്ഷ്യത്തോടുകൂടി അവിടെ പോകാൻ ആഗ്രഹിച്ച പൗലോസിനെ സാത്താൻ ഒത്തിരി തടഞ്ഞു. ഒത്തിരി വെല്ലുവിളികളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചിട്ട് പൗലോസ് അവിടെ എത്തുവാനിടയായി. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു നിമിഷം നമ്മളെ തന്നെ ദൈവജനത്തിന് മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, അതിന് പിന്നിലെ ഉദ്ദേശം എന്താണ്? ശരിയായ ഉദ്ദേശമാണെങ്കിൽ ദൈവം നമുക്ക് മറുപടി തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ,
ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ ദൈവമുമ്പാകെ അപേക്ഷിക്കുന്നത്, ആമേൻ, അതിൻ്റെ പിന്നിലെ ലക്ഷ്യത്തെ കാര്യമായി പരിഗണിക്കുന്ന കർത്താവിനെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവ്, ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശുശ്രൂഷയും ഒക്കെ ദൈവിക ലക്ഷ്യത്തിൻ്റെ നിറവേറ്റത്തിലേക്ക്, ദൈവികമായ പദ്ധതിയുടെ നിറവേറ്റലിനായി ഉപയോഗിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മുഴു ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഉതകുമാറാകട്ടെ. ഇന്ന് ഈ വചനം കേട്ട സകല ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വലിയ ആത്മീക വെളിപ്പാടിനാൽ എല്ലാവരെയും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു, നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.